ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. അങ്ങനെ ഹീറോമാർ ഓരോ ഇങ്ങനെ മോഡൽ ഡ്രസ്സ് അതെല്ലാം ഫേമസ് ആവാൻ തുടങ്ങി. അങ്ങനെ ഓരോ പേർക്ക് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് ഹീറോയെ ബേജാറാക്കാതാണ്. എടീ ദിയവരോട് റോസ് ദിയ വന്ന് ചോദിച്ചു ആറാമനോട്, എനിക്ക് ഓക്കെ അല്ല, ഞാൻ വരില്ല എന്ന് ആറാം പറഞ്ഞു. വീണ്ടും ടോർച്ചറാക്കായിരുന്നു. ഇപ്പോൾ കോൺട്രാക്ട് കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് ഡേയ്സ് പോയി തുടങ്ങി. അങ്ങനെ ഹീറോമാർ പ്ലാൻ ചെയ്ത് തുടങ്ങി. എടാ, അവന് ജാക്ക് വന്ന് ഞങ്ങളെ വൈഫിന് തൂക്കിയിട്ട് പോടാ, നമുക്ക് പ്രപ്പോസ് ചെയ്യാം. അങ്ങനെയായിട്ട് രാത്രിയായി. അങ്ങനെ താടായി വന്നു. ലൈറ്റ് ഓൺ ചെയ്തു. ഷോക്കായി ഹീറോയ്ക്ക്. മൈ ഗേൾ ഫ്രണ്ട് അങ്ങനെ പ്രപ്പോസ് ചെയ്തു. ഓക്കെ പറഞ്ഞു എല്ലാവരും ആക്കിച്ചത്. ഇപ്പോൾ കുറച്ച് അവർ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ രാവിലെയായി. ഇടാന്ന് ആറാം പറഞ്ഞു, ഞാൻ പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഓഫീസിൽ പോയി ഓരോന്ന് കാര്യം എല്ലാം നോക്കാൻ തുടങ്ങി. ആറാം ഓരോന്ന് കമ്പനി ഇപ്പോൾ എല്ലാവരും ഓരോന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഓരോന്ന് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആറാം പറയാൻ തുടങ്ങി. ഇങ്ങനെ ആറും ജിന്നൊരു ആക്ടിങ് ഷൂട്ടിങ് ഡ്രാമയിലെടുക്കും. ആക്ടിങ് വലിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ജിൻ. അത് മാത്രമല്ല ഷുഗർ ഒരു ഡയറക്ടർ പറഞ്ഞ ഇങ്ങനെ സിംഗിൾ കമ്പനി അതിൻ്റെ CEO ആയി മാറി. അതുമാതിരി ജിൻ ഒരു ആക്ടിങ് കമ്പനി CEO. ജിൻ ഷുഗർ ഒരു സിംഗം ആൻഡ് കമ്പനി ഒരു CEO ആയി മാറി. ആറും ഒരു കോളേജും ഉണ്ട്, മ്യൂസിക് അതുകൊണ്ട് എല്ലാവരും എല്ലാവരും ഒക്കെ വെച്ചാണ്. അത് മാത്രമല്ല ആറാം ഒരു ഡയറക്ടറുമാണ്. റൈറ്റിംഗ് നോവൽ എഴുതുന്നു, കുട്ടികൾ കാർട്ടൂൺ എല്ലാം എഴുതും. ആറും ഒരു ഇതാണ്. അത് മാത്രം ഇങ്ങനെ ഒരു വോയിസ് ഡബിങ് കാർട്ടൂൺ ഡയറക്ടർ. അത് മാത്രം നമുക്ക് ജേഹബ് ഡാൻസ് ടീച്ചർ അങ്ങനെ നല്ല കമ്പനി വെച്ച് റൺ ചെയ്യും. ഡാൻസ് ടീച്ചറുമാണ്. അതുമാത്രമല്ല നമുക്ക് ജിമിൻ ഒരു ഷെഫ്, ഒരു കമ്പനി സ്റ്റാർട്ട് ഷെഫ്, കുക്കിംഗ്, ഇങ്ങനെ ഡാൻസ് ആൻഡ് ആക്ടറായി മാറി. ഇവർ ഓരോന്ന് ഫേമസുമായി മാറാൻ തുടങ്ങി. പിന്നെ സിംഗിങ് ഡാൻസിങ് ഇങ്ങനെ ഡ്രസ് ഡിസൈനറാണ്. അത് മാത്രമല്ല നമുക്ക് മ്യൂസിക് ടീച്ചർ, വയലിൻ മ്യൂസിക് ടീച്ചർ. അതുമാത്രമല്ല ഫേമസ് ഒരു ആക്ടർ, മോഡൽസുമായി മാറി. ജംഗോക്ക്. ജംഗോക്ക് ഒരു മോഡൽ, അത് ബോയ് മോഡലാണ്. ഇങ്ങനെ ഡ്രാമ എല്ലാം ആക്ട് ചെയ്യും. അതുമുതൽ ഒരു കമ്പനിയും ഉണ്ട്, സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ് കമ്പനി. അങ്ങനെയായിട്ട് ഓരോന്ന് ഫേമസ് ആവാൻ തുടങ്ങി. ഇപ്പോൾ 7 ഹീറോമാർ വന്നിരുന്നു. എടാ, നമ്മളെ വൈഫ് ഇപ്പോൾ അവരെല്ലാം 7 ഇവർ വീടും തുടങ്ങിയാക്കി. ഹീറോയി പറയാൻ തുടങ്ങി, എന്താ പറ്റും വൈഫ്, അതല്ല ഇതാണ് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ്. എന്താടി പറയുന്നത്? അതല്ല, നിങ്ങളിപ്പോൾ CEO ആയി മാറി. അത് മാത്രമല്ല നിങ്ങൾ മോഡൽ കമ്പനി 7 പേര് ഒരു കമ്പനി CEO മാത്രമല്ല, നിങ്ങൾ ഓരോന്നൊരു കമ്പനി 7 പേർ റൺ ചെയ്യുന്നു. അത് മാത്രമല്ല നിങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് നല്ല റണ്ണാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസാ? ഇതാ നോക്കിക്കോ. ആഴമോ ഷോക്കായി. ഓ, സത്യമാണടി? സത്യമാണ്. എല്ലാവരും ആക്ട് ചെയ്ത് ഒയ്യോ ബേബി അങ്ങനെ പേടിച്ചിട്ടാണ്. അങ്ങനെ ഇപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങി. ഇപ്പോൾ കുട്ടികൾ ജനിച്ച് അങ്ങനെ 8 ബേബീസാണ്. അതന്നെ 7 ബോയ്സ് ഒരു ഗേൾ ബേബി. അങ്ങനെയായിട്ട് ഡാഡാ എന്താ പറ്റി ഡാഡാ? നമുക്ക് കോളേജുണ്ട്. അതെ, സ്കൂളും ഉണ്ട് കോളേജും ഉണ്ട്. സ്കൂളിലാണ്. ഡാഡാ എന്താ പറ്റി? ഡാഡാ, എനിക്ക് സ്കൂളിൽ ഡാഡ ഫുള്ള് ഇതാക്കി ഒരു ഗെയിം ഉണ്ടാക്കിയിട്ട് ഡാഡാ. ഇതെന്തിനാ ഡാഡ ബിൽഡിങ് കിട്ടുന്നത്? അതെ, ഇവിടെ ഫുള്ള് ഉണ്ട്. ഫുൾ ഗെയിംസും ഉണ്ട്, എല്ലാം ഉണ്ട്, സ്റ്റേജും ഉണ്ട്. ഡാഡി, ലൈബ്രറിയും കിട്ടിയിട്ട് എനിക്ക് വേണ്ടിയല്ലേ? അതേ, ആ കുട്ടികളെ പഠിക്കാൻ വേണ്ടിയ ലൈബ്രറി ചില കിട്ടി. അങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ ആറാം പറയാൻ തുടങ്ങി. ആറാമക്ക് അങ്ങനെയായിട്ട് ആ കുട്ടി വന്നു, ദിയ. ആറാമിൻ്റെ ഓഫീസിലേക്ക് വന്നു. ആറാമിൻ്റെ ഓഫീസാണ് അടുത്തുള്ളത്. അങ്ങനെ ആ കുട്ടി വന്നു. ഹീറോയിൻ്റെ അടുത്ത് ആറാമിൻ്റെ ഓഫീസാണ്. അങ്ങനെ ആറാമിൻ്റെ ഓഫീസിലേക്ക് പോയി. മെയിൻ കമ്മിങ് മീ ഇത് മാം, നിങ്ങളെ കാണുന്ന ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഹീറോയിനോട് പറയാൻ തുടങ്ങി. ബേബി ഇങ്ങനെ ആറാമനെ ഹക്ക് ചെയ്തു. അങ്ങനെയായിട്ട് ആ ദിയ ഓഫീസിൽ പോകുമ്പോൾ അവിടെ CEO ഇല്ല എന്ന് അറിഞ്ഞു. എവിടെ ഉണ്ട് CEO? അതെ, ഈ ഓഫീസിൽ പോയിന്. അങ്ങനെ ആ കുട്ടി ടെൻഷനിൽ വരാൻ തുടങ്ങി.
ദിയ വന്നു, എടാ മാറിക്കൊടുന്നു. ദിയ നോക്കി, ഇങ്ങനെ ഡോറ് തുറന്നു വന്നു. അങ്ങനെ രണ്ടുപേരും റൊമാൻസ് ചെയ്യുന്നത് ദിയ ടെൻഷൻ തുടങ്ങി. എന്താ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു ദിയ. അങ്ങനെ രണ്ടുപേരും തിരിച്ചു നോസ് നോക്കി. മടിയിലെത്തിയിട്ട് റൊമാൻസ് ചെയ്യുന്നത്. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ദിയാക്ക് ടെൻഷൻ അത്. ദിയ ആരും കൺഫ്യൂസ് ആവുന്നു തുടങ്ങി. അത് മാത്രമല്ല ഹീറോയിൻ കൺഫ്യൂസ് ആയി നോക്കുന്നത്. നീ ഞാൻ ഡാഡിയോടും മമ്മിയോടും സംസാരിച്ചിട്ട് വന്നത്. ഞാൻ ഡൽഹിക്ക് പോയിട്ട് മുംബൈക്ക് പോയിട്ട് വന്നു. ഡൽഹിക്കും ഞാൻ പോയിട്ട് വന്നു. ഡൽഹിക്കും മുംബൈക്കും എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ മമ്മിയോട് ഡാഡിയോട് സംസാരിച്ച് വന്നു. നമുക്ക് രണ്ടുപേർക്കും മാരേജ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യാം. നീ എന്താ ഇവിടെ റൊമാൻസ് ചെയ്യാം? അതെ ദിയ അവൾ ഡാഡിയോടും മമ്മി സംസാരിച്ചു. അവൾക്ക് മാരേജ് ആയ വിഷയവും അറിയില്ല. നോക്കി അങ്ങനെയായിട്ട് പറയുന്നത്. അവളും പറഞ്ഞാൽ മാരേജാ? ആരൊക്കെ? അവളെ അച്ഛനമ്മ പുറകിലുണ്ടായിരുന്നു. നീയാണോ ആറും? നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത് ഈ കുട്ടീനോട്? നിങ്ങൾ രണ്ടുപേരും ലവ് ചെയ്യുന്നത്? ഇവള് ദിയ പറഞ്ഞു. സാർ ലവാ? ഇവളെ കൂടെയാണോ? അങ്ങനെയൊന്നുമില്ലപ്പാ, ഈസ് മൈ വൈഫാണ്. അങ്ങനെ ആറാമിൻ്റെ ബേബി വന്നു. മോം എന്താ ഇവിടെ ചെയ്യുന്നത്? ഇതേതൊരു ആൻറ്റി? എന്ത് ആൻറ്റിയാ? എന്നെ കൂടി ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അത് ആറാമിൻ്റെ ബേബിയാണ്. സോറി മാ, എനിക്കോളുടെ മാരേജായി. അത് ആറാം പറഞ്ഞു. ഈസ് മൈ വൈഫ്, ഇതെൻ്റെ ബേബിയാണ് ആറാം പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പോയി. അവൾ ടെൻഷനായി. മോം എനിക്ക് ഇനി 6 പേരുണ്ട്, 6 പേരെ കാണാമെന്ന്. അങ്ങനെ ടെൻഷനിലും ജിന്നിൻ്റെ ഓഫീസിൽ വന്നു. ജിന്നിനോട് ചോദിച്ചു. ജിന്നോട് ഓഫീസിൽ ടെൻഷനിൽ പറയാൻ തുടങ്ങി. അകത്ത് അവൾ ഊന്തി വന്നു. ബോഡി ഗാർഡ് ഇത് വിട്ടില്ല. ജിന്ന്, ഹായ് ജിൻ, ഇല്ല മാരേജ് കഴിക്കാൻ ജിന്നോട്. ഇതേ മോം ഡാഡിയാണ്. ജിന്ന് പറഞ്ഞു. സോറി മാ, എനിക്ക് അവളുടെ മാരേജായി എന്നാ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി. അങ്ങനെ ജിന്ന് ബേബി വന്ന് ഹാക്ക് ഡാഡാ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഷോക്ക്. എനിക്ക് മാരേജായി. അങ്ങനെ ഇപ്പോൾ എനിക്ക് ടെൻഷൻ തുടങ്ങി. അച്ഛമ്മ പറയാൻ തുടങ്ങി. എന്തിടേ നീ ചെയ്യുന്നത്? ബിസിനസ് മോം, ഇവിടെ പോയാൽ പിന്നെ ഒരാൾ. അങ്ങനെയായിട്ട് നെക്സ്റ്റ് ഷുഗാറിൻ്റെ ഓഫീസ് വന്നു. ഷുഗർ ഒരു ബേബിനെ പിടിച്ച് കെട്ടിപ്പിടിച്ച്. എന്ത് വേണം ചക്കര മുത്തക്ക്? എന്ത് വേണം? ഡാഡി എനിക്ക് ഐസ്ക്രീം വേണോ? എന്നിട്ട് ഷുഗറിനെ നോക്കി. കടയിലുള്ളൂ. ഇതാരുടെ ബേബി? എൻ്റെ ബേബിയാ? ഇതൊരു ഷോക്കായി. എനിക്ക് അവൾ മാരേജ് ചെയ്യുമ്മ, അതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ജേഹൂപ്പിൻ്റെ ഓഫീസിൽ പോയി. അവൾ ടെൻഷൻ. മമ്മി ഡാഡി ഓൾറെഡി വീട്ടിലേക്ക് പോയിരുന്നു. ജേഹൂപ്പിൻ്റെ കയ്യിൽ